ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സാരി പ്രിപ്ലീറ്റിംഗ് ചെയ്ത് ബോക്സ് ഫോൾഡിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കാൻ തന്നെയാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ കാണിച്ചിരുന്നതിൽ ബോക്സ് ഫോൾഡിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെയാണ് ഞാൻ ഇതിൽ ഒരു ബോക്സ് ഫോൾഡിംഗ് ചെയ്യുന്ന രീതി കാണിക്കുന്നത്. ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു കിട്ടിയത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അതിൽ സെൽഫായിട്ട് എങ്ങനെ മെഷർമെന്റ് എടുക്കാം, ഈ ചെസ്റ്റ് മെഷർമെന്റും എല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ബോക്സ് ഫോൾഡിംഗ് മെത്തേഡ് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് സാരി പ്രിപ്ലീറ്റിംഗ് ചെയ്യാൻ തരുന്ന കസ്റ്റമർ ഓൺലൈൻ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അവരുടെ മെഷർമെന്റ് എങ്ങനെ എടുക്കാം എന്നുള്ളൊരു ഐഡിയ കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സാരി പ്രീപ്ലീറ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് വേണ്ട തിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ 2 ക്ലിപ്സ് ആവശ്യമാണ്. നമുക്ക് സാരി ഹോൾഡ് ചെയ്ത് വെക്കാനായിക്കൊണ്ട് ഇതുപോലത്തെ 2 ക്ലിപ്സ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ കുറച്ച് ഷാർപ്പനായിട്ടുള്ള സെപ്റ്റിഫിൽ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്ലിപ്സും സാരി പ്രിപ്ലീറ്റിംഗ് ചെയ്യുന്ന കിറ്റുകൾ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ടാണ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് അതൊന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2 ക്ലിപ്സ്, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ക്ലിപ്സുകൾ തന്നെയാണത്. പിന്നെ വേണ്ടത് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ മാറ്റാണ്. നമ്മൾ ഹെവി ആയിട്ടുള്ള സാരി ഒക്കെ അയൺ ചെയ്യുമ്പോൾ, ബ്രൈഡൽ സാരികളൊക്കെ അയൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ മാറ്റ് നമുക്ക് അത്യാവശ്യമാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അയൺ ബോക്സ് സ്റ്റീം അയൺ ബോക്സ് ആണ്. ഇത് ഓട്ടോമാറ്റിക് ഹീറ്റ് കൺട്രോൾഡ് ആണ്. ഇങ്ങനത്തെയുള്ള മെഷീൻസ് എല്ലാതും ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വാട്ടർ ഇതിലാണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ നമുക്കിവിടെ മാക്സിമം എന്നുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലെവൽ വരെയാണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെറ്റീരിയലിനനുസരിച്ചുള്ള ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ ബട്ടൺ. ഓക്കെ, അപ്പോൾ നമുക്ക് സാരി പ്രിപ്ലീറ്റിംഗ് ചെയ്യാൻ തന്ന കസ്റ്റമർ ഓൺലൈൻ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അവരോട് പറയണം ആദ്യം അവരുടെ ലെങ്ത്, അതായത് ഷോൾഡർ ലെങ്ത് എത്രത്തോളം വേണം എന്നുള്ളത് ഒരു ടേപ്പ് വെച്ച് അളന്ന് മെഷർ ചെയ്ത് തരാനെ കൊണ്ട് പറയാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് എത്രയാണ് അവർക്ക് അളവ് വേണ്ടതെന്നുള്ളത് ചോദിക്കും. അതായത് മുട്ടിൽ നിന്നും ഒരു 4-5 ഇഞ്ച് താഴേക്ക് വേണം ഈ ഷോൾഡർ ലെങ്ത് എടുക്കാനായിക്കൊണ്ട് പറയാം. ഓക്കെ, അതൊരു മെഷർമെന്റ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഷോൾഡറിൽ നിന്ന് തുടങ്ങി ഈ ഒരു ലൈൻ നമ്മൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഈ വരുന്നത് ഈ ഒരു ലൈനിലെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കും. അപ്പോൾ ഈ ലൈന് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഇതിങ്ങനെയാണല്ലോ സാരി പോകുന്ന ഒരു രീതി. ഞാൻ റൈറ്റ് ലെഗിന്റെ സെൻട്രലായിട്ട് ഇതിന്റെ സെൻട്രലായിട്ട് ഒരുപാട് ടൈറ്റും ആക്കരുത്, ഒത്തിരി ലൂസും ആക്കരുത്, ഒരു മീഡിയം. ഓക്കെ, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാണ് സെന്റർ. ഓക്കെ, ഇതിൽ നിന്നും ഒരു 4 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് 3 മെഷർമെന്റും കിട്ടി. ഈ കസ്റ്റമറിന്റെ ഈ 3 മെഷർമെന്റും കിട്ടിയാൽ നമുക്ക് കസ്റ്റമർക്ക് പ്രീപ്ലീറ്റിംഗ് വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ 2 മെഷർമെന്റ് വരുന്നത് ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ്. അതായത് ഇങ്ങനെയുള്ള
ഈ ഒരു കവറിങ് വരുന്നുണ്ടല്ലോ, അതിനായിട്ട് ഇതാ ഈ ഒരു മെഷർമെൻറ്റും പിന്നെ അതുപോലെ ഷോൾഡറിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള ലെങ്ത്തും വിത്തും ലെങ്ത്തും. ഓക്കെ, ഈ 2 മെഷർമെൻറ്റും കൂടി നമുക്ക് എടുക്കാം. അല്ല, ഫസ്റ്റത്തെ 3 മെഷർമെൻറ്റേ ഉള്ളൂ. ഈ 2 മെഷർമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം അവരുടെ സൈസ് എക്സൽ ആണെങ്കിൽ നമുക്ക് ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്കൊരു എ ഷേപ്പിൽ കറക്റ്റായിട്ട് വെച്ച് ചെയ്യാം. അല്ല, ഡബിൾ എക്സൽ സൈസുള്ളൊരു ആളാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു വി ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ആ മെത്തേഡ് ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ഓൺലൈൻ കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതെനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ റീപ്ലേറ്റിംഗ് ചെയ്യാൻ തന്ന സാരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ മെഷർമെൻറ്റ്, അവർ തന്ന മെഷർമെൻറ്റ് എങ്ങനെ ഇതിൽ എടുത്ത് ചെയ്യാമെന്ന് നമ്മൾ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഷോൾഡർ ലെങ്ത്ത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. 45 ആണ് ഷോൾഡർ ലെങ്ത്ത്. ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് 45 വരുന്നത്. അപ്പോൾ അത് അവിടെ ഒരു പിന്ന് വെച്ച് ഞാൻ മാർക്ക് ചെയ്യാം കേട്ടോ. സെക്കൻഡ് പിന്ന് വരുന്നത് ഹിപ്പിന് റൗണ്ട് ആയിട്ട് നമ്മൾ സൈഡ് പ്ലേറ്റ്സ് ഒക്കെ വരുന്ന ഭാഗമില്ലേ, ഷോൾഡർ അപ്പ് ടു, അതെടുക്കുന്നത് ഈ പിന്നിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ 3 പിന്നും വരുന്നത് ഒരേ ലെവലിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തു. അടുത്തത് ഹിപ്പാണ്. ഹിപ്പിന്റെ സൈസ് വരുന്നത് 49 ആണ്. അപ്പൊ ഞാൻ സെയിം സെക്കൻഡ് പിന്നെ നമ്മൾ എവിടെ കുത്തിയോ അവിടെ നിന്ന് തുടങ്ങും. ആണ്. അപ്പൊ ഞാൻ അവിടെ ഒരു പിന്നെ ഇപ്പൊ നമുക്ക് 3 മെഷർമെന്റ് കിട്ടും. ഈ ഒരു 3 മെഷർമെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കസ്റ്റമർക്ക് വളരെ വൃത്തിയായിട്ട് പ്രീപ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സെന്റർ പ്ലേറ്റ്സ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. പിന്നെ മെഷർമെന്റുകൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ സെക്കൻഡ് ഫില്ലിംഗ് ഇപ്പൊ എല്ലാതും ഒരേ ലെങ്ത്തിൽ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാകുക. സോറി, ഒരേ ലെങ്ത് അല്ല, ഒരേ ലെവൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ടിപ്പിന്റെ ഫസ്റ്റ് പിൻ. ഇത് നമ്മുടെ സെക്കൻഡ് പിൻ, ഷോൾഡർ ടു ഹിപ്പിന് ചുറ്റി വന്നൊരു ഹിപ്പിന് റൗണ്ട് ചെയ്ത് വന്നൊരു പിന്നെ സെക്കൻഡ് പിൻ. ഇത് നമ്മുടെ ഷോൾഡർ ലെങ്ത്തിന്റെ. അങ്ങനെ ഈ 3 പിന്നും ഒരേ ലെവലിൽ തന്നെയായിരിക്കും വന്നത്. അപ്പോൾ ഈ സെക്കൻഡ് പിന്നും ഈ തേർഡ് പിന്നിനും ഇടയിൽ വരുന്ന ഫാബ്രിക്സ് ആണ് നമുക്ക് സെന്റർ പ്ലേറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സെന്റർ പ്ലേറ്റ്സ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. ഓക്കെ.
ആദ്യത്തെ 2 പ്ലേറ്റ്സ് കുറച്ച് വലുപ്പത്തിലാക്കി ബാക്കിയുള്ളതല്ല. ലാസ്റ്റത്തെ പ്ലേറ്റ് നമുക്ക് ഒഴിവാക്കാം. അത് നമുക്ക് സൈഡ് പ്ലേറ്റ് ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു പിന്നോട്ടി സെക്യൂർ ചെയ്യും. നമുക്ക് ഈ പിന്നെ തന്നെ യൂസ് ചെയ്യാം. അതും സാരി ഇങ്ങനെ ടേബിളിൽ വിരിച്ചിടുക കേട്ടോ. അതായത് നല്ല വശം നമ്മളെ ഫേസ് ചെയ്തുകൊണ്ടും ചീത്ത വശം ടേബിളിനെ ഫേസ് ചെയ്തുകൊണ്ടും വിരിച്ചിടും. അതിനുശേഷം സാരിയുടെ ബോർഡർ കസ്റ്റമറിന്റെ ഷോൾഡർ ആ ഒരു വീതി ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മൾ എടുക്കാം കേട്ടോ. ഏകദേശം ഒരു കസ്റ്റമറിന് ഒരു 4 ഇഞ്ച് വരും, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു എന്താ പറയുക 7 ടേബിളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡർ ആ ഒരു വിത്തിനനുസരിച്ച് ഫസ്റ്റത്തെ പ്ലേറ്റ് ഒന്ന് മടക്കുക. ഇത്രയും മടക്കി അതിനുശേഷം അതിന് തൊട്ടടുത്തുള്ള പ്ലേറ്റ്സ് എടുക്കുമ്പോൾ ഈ 2 വിരൽ യൂസ് ചെയ്തിട്ടൊന്ന് ഞാൻ എടുക്കും. എന്നിട്ട് ഈ 3 വിരൽ കൊണ്ട് ബാക്കിയുള്ള ഫാബ്രിക്സ് ഉള്ളിലോട്ട് തള്ളി കൊടുക്കുക. വീണ്ടും തൊട്ടടുത്ത പ്ലേറ്റ്സ് ഇങ്ങനെ എടുക്കുക, ബാക്കിയുള്ളത് ഇങ്ങനെ തള്ളി കൊടുക്കുക. ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. നമ്മൾ സാരി പ്രീ പ്ലേറ്റിംഗ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കസ്റ്റമർക്ക് എത്ര പ്ലേറ്റ്സ് ആണോ വേണ്ടത് അത് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഒരു കസ്റ്റമർ നഷ്ടപ്പെടും. ഇതാണ് സ്റ്റൈൽ അല്ലെങ്കിൽ അതാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാതിരിക്കുക. കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു 9 to 10 ഫീറ്റ്സോളം കിട്ടും. അതിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ട് ഒരു പിന്ന് വെച്ച് അത് ഹോൾഡ് ചെയ്യും. കുറച്ച് ഹെവി ആയിട്ടുള്ള സാരിയാണിത്. അപ്പോൾ നമ്മൾ പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് തന്നെ സെലക്ട് ചെയ്യും.
ഇതൊരു ടേബിളിൽ ഇനി നമ്മൾ ഇത് 4 ഫിംഗർ വെച്ചിട്ട് ഒരുപാട് ഡിസ്റ്റൻസിൽ നമ്മളിത് എടുക്കാൻ നിൽക്കരുത്. അടുത്ത് തന്നെ എവിടെയാണോ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടുന്ന് കുറച്ച് അകലത്തിൽ തന്നെ ആദ്യം ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അടിയത്തെ പ്ലീറ്റ്സ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ പ്ലീറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം എടുക്കുമ്പോൾ താഴെയുള്ള പ്ലീറ്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക് കാണാൻ സാധിക്കും. കുറച്ചധികം പ്ലീറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ പ്ലീറ്റ്സും വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ. നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 by 1 ആയിട്ട് ഓരോന്നും നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുക. കഴിയും. എന്നിട്ടത് പിൻ ചെയ്യും. വീണ്ടും അതിന് ഹോൾഡ് ചെയ്യാം. നമുക്ക് ഈ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഈ ഷോൾഡർ ലെങ്ത് വരെ എടുക്കണം. ഓക്കെ, ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുക്കാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ അതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. വലിയ പാട്ടുകാരിയൊന്നല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ മൂളും. ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂളും. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. எவரும் சொல்லாமலே பூக்களும் வாசம் வீசுது, உறவும் இல்லாமலே இருமனம் ஏதோ பேசுது. எவரும் சொல்லாமலே குயிலெல்லாம் தேனா பாடுது, எதுவும் இல்லாமலே மனசெல்லாம் இனிப்பா இருக்குது. நீரோட அந்த உலகம் அது போல ஓடும், அது ஓடும் இந்த காலம் அது போல நிறைவானில்லாது நிலவில் வரும் நிறங்களே മനസ്സിൽ. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയണം കേട്ടോ. ചെയ്യില്ലാത്ത വീഡിയോസ് പാടരുത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് ഷോൾഡർ ലെങ്ത് ലാസ്റ്റ് പിന്നെ വരുന്നത്. അതുവരെ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുക.
ഷോൾഡർ ലെങ്ത് ഞങ്ങൾ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് അയൺ ചെയ്യാം. നമുക്കിനി ഇത് അയൺ ചെയ്തെടുക്കാം. അയൺ ബോക്സിൽ വാട്ടർ ഫില്ല് ചെയ്യാൻ പോകണം. ഇവിടെ ഒരു ലെവലുണ്ട്, മാക്സിമം ലെവലുണ്ട്. അതുവരെ നമുക്ക് ണ്ട്. അതുപോലെ നമ്മളിത് നമ്മുടെ സാരിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചെസ്റ്റിന് മെഷർമെന്റ് നോക്കുക. എന്റെ കസ്റ്റമറിന്റെ മെഷർമെന്റ് ചെസ്റ്റ് ലെങ്ത് 12.1, ഷോൾഡർ ലെങ്ത്തിൽ നിന്ന് 12 ഇഞ്ച് താഴോട്ടായിട്ട് ഇതുപോലെ ബോൾ പിന്, അതുപോലെ ആ ബോൾ പിന്നിൽ നിന്ന് വിത്ത് വരുന്നത് ഒരു 15 ഇഞ്ചസ് ആണ്. അപ്പോൾ 15 വെച്ച് ഇതൊന്നും ഇവിടെ ഇതുപോലൊരു ബോൾ പിന്ന് ഇത്രയും നമ്മൾ ചെസ്റ്റ് സ്പ്രെഡ് ചെയ്യും. ഇപ്പോൾ എക്സൽ ഷേപ്പ് ആണെങ്കിൽ, എക്സൽ സൈസ് ആണെങ്കിൽ നമ്മളൊരു എ ഷേപ്പിൽ സ്പ്രെഡ് ചെയ്താൽ മതി. അല്ല ഡബിൾ എക്സൽ ആണെങ്കിൽ നമ്മളതൊരു വി ഷേപ്പിൽ സ്പ്രെഡ് ചെയ്താൽ കസ്റ്റമറിന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ മെഷർമെന്റ് ഒരു പിന്ന് വരുന്നത് വരെ 39. അപ്പോൾ ഈ പിന്നിന്റെ നേരെ ഈ ഒരു പ്ലേറ്റ്സ് വെക്കാം. ബാക്കിയുള്ള പ്ലേറ്റ്സ് ഇതുപോലെ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ സ്പ്രെഡിങ്ങിലാണ് എക്സൽ സൈസും ഡബിൾ എക്സൽ സൈസും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കസ്റ്റമറിന്റെ കറക്റ്റ് മെഷർമെന്റ് എനിക്കുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. മെഷർമെന്റ് തരാത്ത പക്ഷം എക്സൽ ആണെങ്കിൽ കുറച്ചൊന്ന് ഏത് രീതിയിലും, അല്ല ഡബിൾ എക്സൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു വി ഷേപ്പിൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെസ്റ്റിന്റെ ഭാഗം ഒന്ന് ചെയ്തു. ഇനി കുറച്ചുകൂടെ സൈഡ് പ്ലേറ്റ് ഹിപ്പിന്റെ ചുറ്റും റൗണ്ട് ചെയ്ത് വരുന്ന ഭാഗം ഒന്ന്
കുറച്ച് ഫാബ്രിക്സും കൂടെ ഒന്ന് സൈഡിട്ട് വരുന്ന ഭാഗം കൂടെ ഒന്ന് നമുക്ക് അയൺ ചെയ്യണം. അപ്പൊ അത് നമുക്ക് മുമ്പിലോട്ട് ഇട്ടു വെച്ചു. കുറച്ച് പോർഷൻസിലൂടെ നമുക്ക് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് അതിനുശേഷം ഉള്ളിലത്തെ ഭാഗം ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ പ്ലേറ്റ്സും കിട്ടിയിട്ടുണ്ടോ. എല്ലാ ഭാഗവും പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് അതായത് ഇതിനെ ഇടുക. അതായത് കാലിന്റെ പോർഷൻ വരുന്നത് നമ്മൾ റൈറ്റ് സൈഡായിട്ടും മുകളിലത്തെ പോർഷൻ ലെഫ്റ്റ് സൈഡായിട്ടും വരുന്ന രീതിയിൽ ടേബിളിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഹിപ്പിൽ വരുന്ന റൗണ്ട് അത് നമ്മൾ ടേബിളിന്റെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. മുമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹിപ്പിൽ ടക്കിങ് ചെയ്യുന്ന ഭാഗം ആ ഒരു ഫാബ്രിക്സ്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് പ്ലേറ്റ്സിനെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അങ്ങനെ മറിച്ചിടും. ഇപ്പൊ ഇതാണ് നല്ല വശം കാണുന്നുണ്ട്, നല്ല വശം ടേബിളിന് ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും കിടക്കുന്നുണ്ടാവും കേട്ടോ. ഫ്രണ്ടിലോട്ട് ഇട്ട പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് മുമ്പിലോട്ട് എടുക്കുക. ഈ ഈ ഒരു പ്ലേറ്റ്സിന്റെ എൻഡ് ഉണ്ടോ, ഈ പ്ലേറ്റ്സിന്റെ എൻഡ് ഇതുവരെ ആയിരിക്കണം ഫാബ്രിക്സ് നമ്മൾ മുമ്പിലോട്ട് എടുക്കാൻ കേട്ടോ. ഇനി ഈ ഫാബ്രിക്സിനെ നമുക്ക് ഒരു ബോക്സിന്റെ രൂപത്തിൽ നമുക്ക് നമ്മുടെ ബോക്സിന്റെ ഒരു
എപ്പോഴും ഇങ്ങനെ ഈ ഫാബ്രിക്സ് ഫോൾഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ആ ഒരു ഇതിന് അപ്പുറത്തേക്ക് കിടക്കാതെ ഉള്ളിലോട്ട് തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബോക്സ് ചെയ്ത് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. അതിനുശേഷം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബോക്സിന്റെ ഒരു ഇത് വരുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ചെസ്റ്റ് പ്ലേറ്റ് ഇതിന്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിന്റെ ഒരു ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നോട്ടിരിക്കുക ഇത്രയും പോർഷൻ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ബോക്സ് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ ഇതായിട്ട് മുകളിലോട്ട് വരുന്നൊരു പോർഷനാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക. അത്രയും പോർഷൻ ആ സെറ്റ് പിൻ വരുന്ന ലെങ്ത് വരുന്ന വരെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ടു. ബാക്കിയുള്ള പിൻസ് ഒക്കെ വൃത്തിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ടിത് റഫായിട്ട് ഉള്ളിലോട്ട് മടക്കി വെക്കും. ആ ബോക്സിന്റെ ഉള്ളിലോട്ട് തന്നെ ഒരുപാട് പ്രസ് ചെയ്യാതെ റഫായിട്ട് മടക്കി. ഓക്കെ, അതിനുശേഷം റൈറ്റ് സൈഡ് ആദ്യം മടക്കുക. ഒരു 1 ഫോൾഡ് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് 1 ഫോൾഡ് കൊടുത്തതിന് ശേഷം ഈ പോർഷൻ വരുന്നത് അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത് 2 പോർഷൻ ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യും. അതായത് റൈറ്റ് സൈഡ് വരുന്ന ഭാഗം ഒരു ഫോൾഡ് കൊടുക്കുക, ലെഫ്റ്റ് സൈഡ് വരുന്ന ഭാഗം ഒരു 2 ഫോൾഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഇതിനെ തിരിച്ചെടുക്കാം. ഓക്കെ, ഇതാണ് ബോക്സ് ഫോൾഡിങ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് കൂടി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഏത് കസ്റ്റമർക്ക് നമുക്കൊരു കവറിൽ ഇട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. ഇങ്ങനെ കവറിൽ പാക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊറിയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോന്റെ ഇടയിൽ ഒരു സൗണ്ട് ഓഫ് ആയിട്ടുണ്ട്. അത് അതിന്റെ കമന്റ് കൂടി ഇട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.